ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് മുതുകാട് സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും വളരെയധികം സങ്കടകരമായിട്ടുള്ള കുറേ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിത ദേവദാസിൻ്റെ വീഡിയോയിലൂടെ തന്നെ 5-8 പേര് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിലെ 7ഓളം പേര് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ പാരൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് തോന്നിയത്. ഞാൻ മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ ആദ്യം തുടക്കത്തിൽ വീഡിയോ ചെയ്ത സമയത്ത് സുനിത 1-2 വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ അഭിപ്രായത്തോട് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ പാരൻസ് പറയുന്ന കാര്യങ്ങൾ ചിലത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഉപയോഗിച്ച 2 വാക്കുകളാണ് ഇവരെ ഇത്രയധികം പ്രകോപിതരാക്കിയതെന്ന് എനിക്ക് തോന്നി. ഇവരുടെ സംസാരത്തിന് ഞാൻ പറഞ്ഞു 6-7 പേരോളം പാരൻ്റായിട്ടുള്ള ആളുകൾ സംസാരിച്ചു സുനിതയോട്. ആ വീഡിയോസ് മുഴുവനായിട്ട് കണ്ട ആളാണ്. ഓരോ വീഡിയോയും മുഴുവനായിട്ടും ഓരോരുത്തരുടെ വേർഡ് ബൈ വേർഡായിട്ട് കേട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ്. അതായത് അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു ആ സ്ഥാപനത്തിൽ. അതാണ് അവരുടെ മെയിൻ വിഷയം. അത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കുകളിലൂടെ നിരന്തരമായി അദ്ദേഹം പാരൻസിന് നേരെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വാക്ക്. ഒന്ന്, എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞില്ല എന്നുള്ളത്. രണ്ടാമത്തത്, എൻ്റെ ഔദാര്യമാണ് ഞാൻ ചെയ്തു തരുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ പോയിക്കോളൂ എന്നുള്ള ആ 2 പദപ്രയോഗങ്ങളാണ് ഇവരെ ഇത്രയധികം പ്രകോപിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ പല സ്ഥാപനങ്ങളിലും നടക്കുന്ന സംഭവങ്ങളാണ് ഇവരവിടെ റിവീൽ ചെയ്തിട്ടുള്ളത്. നടക്കാത്ത സംഭവങ്ങളൊന്നുമില്ല. സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ, നോർമൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലരും റിവീൽ ചെയ്തത്. അതായത് അവർ പറയുന്നത് കുഞ്ഞുങ്ങൾ തമ്മിൽ അടിക്കുന്നുണ്ട്, വഴക്കുണ്ടാവുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല, കറക്റ്റ് സമയത്ത് ട്രെയിനിങ് കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ അവിടെ ജോയിൻ ചെയ്തിട്ട് 1.5 മാസത്തോളം വെറുതെ ഇരുന്ന ശേഷമാണ് എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ വളരെ ഇതുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട ആളുകളെ മാത്രം സെലക്ട് ചെയ്യും, പല പരിപാടികൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളെയും കൊണ്ടുപോകുന്നില്ല. ഈ കുട്ടികളെ മനസ്സിലാക്കിയിട്ടല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓട്ടിസം കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള പരിഗണനയല്ല അവിടെ കിട്ടുന്നത് എന്നൊക്കെയുള്ളതാണ്. ഈ കുട്ടികൾ തമ്മിൽ തല്ലുക എന്നുള്ളത് സാധാരണ സ്കൂളുകൾ വരെ സംഭവിക്കുന്ന കാര്യം. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ഒരു 300ഓളം കുഞ്ഞുങ്ങളുള്ള സ്ഥാപനത്തിൽ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും. കാരണം ഇവർ ശാന്തരായിരിക്കുന്ന ഒരു ആൾക്കാർ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന പ്രകൃതമുള്ള ആൾക്കാരുണ്ട്. നമുക്ക് തോന്നും ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് തോന്നി അടുത്ത സിറ്റുവേഷൻ വയലൻ്റ് ആകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ തമ്മിൽ തല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വാഭാവികം. അതിനെയൊക്കെ നേരിടാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുള്ള നിവേദനങ്ങളോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യണം, ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഭാവിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വല്ല നിവേദനങ്ങളോ കംപ്ലൈൻറ്റുകളോ ഒക്കെ ഫയൽ ചെയ്യുന്നു ഇവർ വേണ്ടിയിരുന്നത്. പക്ഷെ ഇവർക്ക് നേരിട്ട് ഈ അപമാനത്തിൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ സുനിത ദേവദാസിൻ്റെ ചാനലിലൂടെ വന്നിട്ട് ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് എല്ലാവരും ചെയ്യുന്നത്. ഇദ്ദേഹം എന്തോ വലിയ കൊടും കുറ്റവാളിയാണ്, ക്രൂരനാണ്, ഈ സ്ഥാപനം വെച്ചിട്ട് ഇദ്ദേഹം പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? ആ സംവിധാനങ്ങളിലേക്കല്ലേ ഇവർ ബന്ധപ്പെടേണ്ടത്? ഇപ്പോൾ ഒരു 8-10ഓളം പാരൻസ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു നിവേദനം തയ്യാറാക്കിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഇത് അന്വേഷിക്കണം എന്നൊരു പരാതിയല്ലേ ഇവർ കൊടുക്കേണ്ടത്? അതിന് പകരം ഇവർ കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്നുള്ളത് വെച്ചിട്ടൊരു നിവേദനമാണ് ഇവർ നവകേരള സദസ്സിൽ പോയി കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചിട്ടല്ല. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഉറപ്പിച്ച് പറയുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ വെച്ച് ഫണ്ട് പിരിക്കുന്നു പറയാം. സ്വാഭാവികമായിട്ടും അതുണ്ടാവും. കാരണം ഈ പാരൻസ് അത്രയും പേരും വിദ്യാഭ്യാസമുള്ളവരാണ്, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരുമാണ്. കാരണം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. കാരണം അവിടെ പാരൻറ്റും കൂടെ വരണം എന്നാണ് നിബന്ധന. അപ്പോൾ ഒരു പാരന്റ് കൂടെ താമസിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് വാടക വീടെടുത്ത് താമസിക്കേണ്ടി വരും. തിരുവനന്തപുരം പോലുള്ള നഗരത്തിലൊക്കെ വാടക എന്ന് പറഞ്ഞാൽ നല്ല വാടകയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വാടകയും അവിടെയുള്ള താമസവും അവരുടെ ബാക്കിയുള്ള ചിലവുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ തൻ്റെ ഫാമിലി അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് കുടുംബങ്ങൾ ഒരേ സമയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഒരു
കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായി മാറണം. കാരണം രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണല്ലോ ഫാമിലി. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആ രണ്ട് കുടുംബത്തിലെയും ചെലവുകൾ ഒരേ സമയം വഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്ക് മാത്രമേ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഭൂരിഭാഗം പേരും സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരാൾ പോലും അകത്തു നിന്ന് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഈ പുറത്തു പോയ ആളുകൾ മാത്രമാണ് ഇത്രയും പേരും പരാതി പറഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു മാസമായിട്ട് നിരന്തരമായി ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ ഈ പാരൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അകത്ത് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അകത്തുള്ള ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണം. കാരണം അവർക്ക് എല്ലാം സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമില്ല, സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അനീതിയൊക്കെ സഹിച്ച് നിൽക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ ഒരു തരത്തിലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചെലവിന് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത പാരൻസ് ആയിരിക്കും ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഇത് രണ്ടിൽ ഏതാണെന്ന് ഇവർ ഉറപ്പിച്ച് പറയണം. അവർ തന്നെ പറയുന്നുണ്ട് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊണ്ട് കൊടുക്കുമോ അറിഞ്ഞുകൊണ്ട്? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പോലും ഇദ്ദേഹത്തിനെതിരെ മോശം പറയാത്തതും ഒരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവർക്ക് നേരിട്ട് ഈ അപമാനത്തിന്റെ ഫലമായിട്ടുള്ള പ്രതികരണങ്ങളായിട്ട് ഇതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. ഇപ്പൊ CP ശിഹാബ് ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പത്രസമ്മേളനമൊക്കെ വിളിച്ച് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഈ CP ശിഹാബ് എന്ന് പറഞ്ഞാല് മുതുകാടിനെ പോലെ തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വളരെയധികം സ്നേഹവും ബഹുമാനമുള്ള വ്യക്തിയാണ്. കാരണം തൻ്റെ പരിമിതികളെ മറികടന്ന് PG വരെ പഠിച്ച് നല്ലൊരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് CP ശിഹാബ് അല്ലെ. അപ്പൊ നമുക്കൊക്കെ അതൊരു അത്ഭുതവും അതിശയവുമാണ് അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിനൊക്കെ ഒരു പ്രചോദനമാണ് CP ശിഹാബിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടം, ഈ മുതുകാടിനെ പോലെ തന്നെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഈ CP ശിഹാബിന്റെ വാക്കുകൾക്കും ജനങ്ങൾക്കിടയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കെ 5-6 വർഷം മുന്നേ നടന്ന ഒരു സംഭവം ഇപ്പോൾ അന്തരീക്ഷമൊക്കെ തനിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ലെവല് വന്നപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്? അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? തനിക്ക് നേരെ ഇങ്ങനെ ഒരു അനീതി ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രതികരിക്കണമായിരുന്നു. കാരണം അന്നും ഇപ്പൊ കിട്ടുന്ന ഈ സ്വീകാര്യത ശിഹാബിനുണ്ടായിരുന്നു. ശിഹാബിനോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു. അപ്പൊ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ 10 പാരൻസോളം കംപ്ലൈന്റ് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് അന്ന് ഇത്രയധികം വളർന്നിട്ടുമില്ല അല്ലെ. 5-6 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയുടെ പ്രോസസ്സിങ് നടന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി റീച്ച് ആവുമായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് അന്ന് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ അത് ഒരു വലിയൊരു സംഭവമായി മാറി. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇത്രയും കാലം അത് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീട്ടി വെച്ചിട്ട് ഇപ്പൊ വന്നിട്ട് എനിക്ക് എൻ്റെ ജീവനിൽ വരെ ഭയമുണ്ട്, ഞാനതുകൊണ്ട് വേറൊരാളുടെ കാറിലാണ് വന്നത്, എൻ്റെ വണ്ടി ഉപയോഗിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അത്രയധികം ക്രൂരനാണോ ഈ മുതുകാട്? ഒരു എന്താ പറയാ, ഒരു അംഗപരിമിതനായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ അപകടപ്പെടുത്താൻ മാത്രം മാനസികമായിട്ട് ക്രൂരതയുള്ള ഒരാളാണോ ഈ മുതുകാട്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. തട്ടിപ്പും വെട്ടിപ്പൊക്കെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ എല്ലാവരും. ഏത് സ്ഥാപനത്തിലാണ്, ഏത് ട്രസ്റ്റിലാണ് അഴിമതി നടക്കാത്തത്? നിങ്ങൾ പറയൂ. ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടോ അഴിമതി നടക്കാത്തത്? ഏത് ട്രസ്റ്റും, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഏത് ട്രസ്റ്റ് ആയാലും ശരി അഴിമതി ഉണ്ടാവും. കാരണം അത് കൈകാര്യം ചെയ്യുന്നവര് ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. ഇപ്പൊ മുതുകാട് പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കൊരു ചെലവില്ല, ഞാനൊരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, ആണോ അല്ലയോ? അതൊക്കെ തെളിയിക്കേണ്ടത് ഈ പറയുന്ന ആളുകളാണ്, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളാണ്. അവര് അതിനനുസരിച്ച് കംപ്ലൈന്റ് ഫയൽ ചെയ്യും. നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അവരത് പ്രോപ്പറായി അന്വേഷിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പൊ ഇത്രയധികം ഇഷ്യൂ ആയ സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പൊ എന്നെ പോലെ അദ്ദേഹത്തെ അന്ധമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ആകെ സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോസാണ് സ്ഥിരമായി കാണുന്നത്. ഏതെങ്കിലും ഒരു ചാനൽ കമന്റ് ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് താഴെ മാത്രമാണ് കമന്റ് ഇടാറ്. എന്നെങ്കിലും ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് മുതുകാട് സാറിനെ ഒന്ന് കാണണം എന്നുള്ളതാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ മാജിക് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടല്ല, ഒന്നും കൊണ്ടല്ല. ഇത്രയധികം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അദ്ദേഹത്തെ, അതായത് ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് തന്നെ കണ്ടു എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ദൈവത്തെ പോലെ കാണും. ശരിയാണ്, നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾ ഇത്രയധികം വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് തന്നെയാണ് പലരും കണ്ടത്. എൻ്റെ മനസ്സിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അതിനൊരു സംശയം തട്ടിയിട്ടുണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയധികം അമ്മമാര് വേദനിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ നേരെയാണ് ഈ 2 വാക്കുകൾ നടത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ പ്രതികരിക്കുന്നത് പോലെ തന്നെ ഞാനും പ്രതികരിച്ചേനെ. കാരണം ഒരാളുടെ ഔദാര്യം പറ്റിയിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരമ്മയും താല്പര്യപ്പെടില്ല. നമുക്കറിയാം, ഒരച്ഛൻ സ്വന്തം മകനെ തീ കൊളുത്തി കൊന്നിട്ട് ആത്മഹത്യ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്നറിയോ? വേറൊരാളുടെ ഔദാര്യത്തിൽ എൻ്റെ മകൻ ജീവിക്കണ്ട എന്നുള്ളതുകൊണ്ട്. അങ്ങനെ കരുതുന്ന വ്യക്തികളാണ് ഓരോ മലയാളികളും. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് ഭൂരിഭാഗം പേരും. എൻ്റെ കാലശേഷം എൻ്റെ മകൾക്ക് എൻ്റെ മകനെ വേറൊരാളുടെ ഔദാര്യം പറ്റി ജീവിക്കേണ്ടി വരുമെന്ന് തോന്നുന്ന നിമിഷത്തിലാണ് ജീവൻ അവസാനിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു പാരൻറ്റിൻ്റെ മുഖത്ത് നോക്കി എല്ലാ സുഖങ്ങളും ത്യജിച്ച് ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാരൻറ്റിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിങ്ങനെ ഒരു മകനില്ല, പിന്നെ എൻ്റെ ഔദാര്യമാണെന്ന് പറഞ്ഞ ഒരു അമ്മയും അച്ഛനും സഹിക്കില്ല. അതിൻ്റെ പരിണത ഫലമായിട്ടുണ്ടായ സംഭവങ്ങളാണ് ഇതെന്ന് വിലയിരുത്താൻ കഴിയുള്ളൂ. അല്ലാതെ അദ്ദേഹം വലിയ കൊടും ക്രൂരനോ കുറ്റവാളിയോ, ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മുതുകാട് എന്നുള്ള ലെവലിലാണ് ആളുകൾ സംസാരിക്കുന്നത്. സത്യാവസ്ഥ അറിയാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ? സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഏത് സ്ഥാപനം നടത്തുമ്പോഴും അതിൻ്റെ ഉള്ളിൽ പല 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 കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്കറിയാം പൂർ ഹോമുകളെ പോലുള്ള സംഭവങ്ങൾ സർക്കാരിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. സർക്കാർ അനാഥാലയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം, അല്ലേ? പുഴുവരിച്ച നിലയിൽ മരിച്ചു കിടക്കുന്ന ശവങ്ങൾ കിട്ടിയ സമയങ്ങളുണ്ട്, അല്ലേ? അതുപോലെ പരസ്പരം ആക്രമിച്ച് അപകടം പറ്റിയ സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറ്റിലെ കത്രിക മറന്നു വെച്ചിട്ട് ആ കത്രികയും കൊണ്ട് ജീവിച്ച ആ സ്ത്രീ, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയെ പിന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഇത്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പല കഥകളും പറയാനുണ്ടാവും. അതെല്ലാം ഒരാളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് ആ സ്ഥാപനത്തിൽ നടക്കുന്ന A to Z കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് അദ്ദേഹം എന്തോ ഒരു മഹാ അപരാധിയായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവർ വേണ്ട. ഇപ്പോൾ ഇവരൊരു സംഘമായി ശ്രമിക്കുന്നത് എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ചിലപ്പോൾ തെറ്റാകാം, എന്നാലും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നോ ആ സ്ഥാപനത്തിൽ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന അനീതികൾ പുറത്തു കൊണ്ടുവരണമെന്നോ അല്ല മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത്. ഈ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരായി കഴിയുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരാരും അവരുടെ പേരൻസും ഇതുവരെയും ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ലൈഫാണ് ഇല്ലാതാവുന്നത്. അത് ഇവർ ചിന്തിക്കണം. ഒരാളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിവിരോധം വേറൊരാൾക്ക് നേരെ തീർക്കുമ്പോൾ അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അയാൾ ഇതല്ലെങ്കിൽ വേറൊരു മേഖല തിരഞ്ഞെടുക്കും. ഒരു തട്ടിപ്പ് നടത്തി പരിചയമുള്ള വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് വേറൊരു, നമുക്കറിയാം ഇപ്പോൾ മണി ചെയിൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് പൈസ പിരിക്കുകയും തട്ടിപ്പ് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്താണ്, പിടിക്കപ്പെടുമ്പോൾ അത് പൂട്ടിക്കെട്ടിയിട്ട് അടുത്ത് വേറൊരു സ്ഥാപനം വേറൊരു പേരിൽ തുടങ്ങും. അതുപോലെ തട്ടിപ്പ് നടത്തി ശീലമുള്ളവരാകുമ്പോൾ ഒരു അടുത്ത മേഖല കണ്ടെത്തും, അവർക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണ്, ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞതെല്ലാം ചില ആളുകൾക്ക് അവനവൻ നേരിടേണ്ടി വന്ന ചില മാനസിക പ്രയാസത്തിൻ്റെ പേരിൽ വന്ന് പറഞ്ഞതാണെന്ന് വരുമ്പോൾ ആ അകത്തുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു പാരന്റ് പറഞ്ഞ പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ കൊണ്ടാക്കുന്ന അറിയാത്ത ഒത്തിരി മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള കുറേ കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ലൈഫും കൂടി വെച്ചിട്ടാണ് പലരും കളിക്കുന്നത് എന്നുള്ളത് കൂടി ആലോചിച്ചാൽ നല്ലത്. അത് ആലോചിച്ചിട്ട് വേണം ഓരോരുത്തരും പ്രവർത്തിക്കാൻ. എന്ത് തന്നെയായാലും സത്യം പുറത്തു വരട്ടെ. ശിഹാബ് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അത് തെളിയിക്കട്ടെ. അതിനുള്ള കടലാസും കാര്യങ്ങളൊക്കെ ശിഹാബിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ മനസ്സിലൊരു വിഗ്രഹം പോലെ കൊണ്ടു നടന്നിരുന്ന ഒരാൾക്ക്
ചെറുതായിട്ടെങ്കിലും ഒരു കളങ്കം ഏർപ്പെടുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ട്. എന്ത് തന്നെയായാലും സത്യം കൊണ്ട് പുറത്ത് വരട്ടെ. നിരപരാധിയാണെങ്കിൽ അങ്ങനെയല്ല, അപരാധിയാണെങ്കിൽ അങ്ങനെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമപരമായ രീതിയിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ വലിച്ചു കീറി ഒരു ദാവൂദ് ഇബ്രാഹിം പരിവേഷമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.